ആ മടക്കി കുത്തി വരുന്നത് കാണാനായിട്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു മുണ്ടെടുത്ത് കൊടുക്കാൻ തോന്നുന്നു. ആൺകുട്ടികൾ അങ്ങനെയല്ല, പെൺകുട്ടികൾക്കാളും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൺകുട്ടികളാണ്. ഞാൻ നന്നായിട്ട് വായി നോക്കും. നന്നായിട്ട് സാരി എടുത്തോണ്ട് നന്നായിട്ട് ഞാൻ വായി നോക്കുന്നതാണ്. അവൾ ഇട്ടതുപോലത്തെ തന്നെയാണ്, അങ്ങനെയായിരുന്നു. ഈ വർഷം എനിക്ക് അതുപോലത്തെ ട്രെൻഡ് ഫീൽ ചെയ്തിട്ടില്ല. In association with Shallow Mattress, everlasting comfort and durability. തിരുവോണ ദിവസം ഇങ്ങ് അടുത്തെത്തി. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ നല്ല ഭംഗിയുള്ള സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ ധരിച്ച് നമ്മുടെ റോട്ടിലൂടെയൊക്കെ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഷീറോസിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് പരമ്പരാഗതത്തിനൊപ്പം തന്നെ പുതുമയൊന്നും ചോരാതെ സ്വന്തം ഭാവനയൊക്കെ കൂടി ഉൾപ്പെടുത്തി നെയ്തെടുത്ത കസവ് നിലയത്തിൻ്റെ എല്ലാമായ സ്വന്തം പ്രമീളയാണ്. നമസ്കാരം മാം. നമസ്കാരം. ആദ്യം തന്നെ ഓണാശംസകൾ. സെയിം ടു യു. താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തവണത്തെ ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ? അടിപൊളിയായിട്ടാണ് ബിസിനസ്സൊക്കെ പോകുന്നത്. കൂടുതലും ഇപ്പം എന്താ പറയുക, ടീനേജേഴ്സൊക്കെ നന്നായിട്ട് ഓണം ആകും. ഓണപ്പരിപാടി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം മുതലേ സ്റ്റാർട്ട് ചെയ്യും എല്ലാവരും. കോളേജസ് ആയാലും സ്കൂളിലായാലും. കോളേജിലെ കുട്ടികളൊന്നും പറയണ്ട, നല്ല ഭംഗിയായിട്ട് കസവ് സാരിയൊക്കെ ഇങ്ങനെയൊക്കെ ഉടുത്ത് ഒക്കെ വരാൻ പറ്റുമോ എന്നൊക്കെ അവരെ കാണുമ്പോഴാണ് നമ്മളിങ്ങനെ എന്താ പറയുക നോക്കി നിന്നു പോകും. ഈ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരുപോലത്തെ സെറ്റ് കൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടോ ഇവിടെ വന്ന്? കഴിഞ്ഞ വർഷം വരെ ഒരുപോലെയുള്ള യൂണിഫോം ആയിട്ടുള്ള എന്ന് വെച്ചാൽ അവൾ ഇട്ടതുപോലത്തെ തന്നെയാണ്, അങ്ങനെയായിരുന്നു. ഈ വർഷം എനിക്ക് അതുപോലത്തെ ട്രെൻഡ് ഫീൽ ചെയ്തിട്ടില്ല. ഈ വർഷം കുട്ടികളെല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ആഗ്രഹിക്കുന്നത്. സിമ്പിളാണ് എന്നാൽ നല്ല നല്ല എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇടാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഇത്തവണത്തെ ഓണം പർച്ചേസ് കുട്ടികളുടെയൊക്കെ അങ്ങനെയായിരുന്നു. മോസ്റ്റ്ലി അങ്ങനെയാണ് അവർ പർച്ചേസ് ചെയ്ത് പോയേക്കുന്നത്. ഈ ഓരോ വർഷവും ഓരോ ട്രെൻഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഇത്തവണ കസവ് നിലയത്തിൻ്റെ പ്രധാനപ്പെട്ട ട്രെൻഡ് എന്താണ്? ആൾക്കാരെയൊക്കെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകം? ഇപ്പം ജനറലി എല്ലാം എന്താ പറയുക, എല്ലായിടത്തും ലോട്ടസ് പ്രിൻ്റ് സാരി സെറ്റ്, അതുതന്നെ പെയിൻറ്റിങ്ങും എംബ്രോയിഡറി ഒക്കെ ആയിട്ട് ലോട്ടസ് ആണ് ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കസവ് നിലയം എപ്പോഴും ഈ ലോട്ടസ് ഒക്കെ കഴിഞ്ഞ വർഷം തന്നെ കസവ് നിലയം ചെയ്ത് കഴിഞ്ഞ ഒരു ഇതാണ്. ഈ വർഷം കുറച്ച് അല്ലാത്ത ഒരു ഡിസൈൻസൊക്കെ കസവ് നിലയം ഇറക്കിയിട്ടുണ്ട്. അത് നല്ല രീതിക്ക് നമുക്ക് ഇവിടെ സെയിലായിട്ടുണ്ട്. കസവ് നിലയത്തിൽ മാത്രമേ അതിപ്പോൾ കിട്ടുള്ളൂ. അടുത്ത വർഷം പിന്നെ പബ്ലിക് ആവും. ആ രീതിക്കുള്ള ഡിസൈൻസ് എപ്പോഴും കസവ് നിലയം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്യാറുണ്ട്. സാധാരണ കൂടുതൽ ചെയ്യുക കേട്ടോ. സാധാരണ രീതിയിൽ നമ്മളൊരു ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇപ്പോൾ ഓണം തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഉത്സവ മൂടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നേരത്തെ സാധനങ്ങളൊക്കെ ഇറക്കും. പ്രധാനമായിട്ടും ആൾക്കാർക്ക് എന്ത് കൊടുക്കണം എന്നൊക്കെ നേരത്തെ നമ്മൾ തീരുമാനിക്കും. അതുപോലെ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ എടുത്തിരുന്നു ഇത്തവണ? ഇതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോട്ടസ് എല്ലായിടത്തും ട്രെൻഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഒരു 3 മാസം മുന്നേ തന്നെ ഓണത്തിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങും. ഞാൻ തുടങ്ങി. അതിൽ സാരി സെറ്റുമുണ്ട്, അതേപോലെ കുട്ടികളുടെ കുട്ടികളുടെ സ്കേർട്ട്, മെൻസിൻ്റെ വെയർ, ധോത്തി എല്ലാം നമുക്ക് ഓണം മൂടായിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ ഇത്തവണ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരത്തെയൊക്കെ ആൺകുട്ടികൾ ഷർട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായിരുന്നു. മീൻസ് പ്ലെയിന് ഒരു കര അതിന് മാച്ച് ചെയ്തിട്ട് അത്രയും സിമ്പിളായിരുന്നു ആൺകുട്ടികൾ. പക്ഷേ ഇപ്പോൾ ആൺകുട്ടികൾ അങ്ങനെയല്ല, പെൺകുട്ടികൾക്കാളും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൺകുട്ടികളാണ്. അവർ നല്ല ഡിസൈൻസ്, പൂക്കളും ഒക്കെ വരച്ചിട്ടുള്ള ഷർട്ട്സ്, കഥകളി പ്രിൻ്റ്, അതുപോലെ മുണ്ട്. അതിലും കൂടുതൽ പറയണമെങ്കിൽ കളർ മുണ്ടില്ലേ, കളർ മുണ്ടിൽ പ്രിൻ്റുകൾ നല്ല എന്താ പറയുക, മുണ്ടിൻ്റെ ഫ്രണ്ടിൽ ഫുൾ പ്രിൻ്റായിട്ടുള്ള കളർ കാവി എന്നൊക്കെ നമ്മൾ സിമ്പിളായിട്ട് പറയാം. പക്ഷേ അത്ര പുച്ഛിച്ച് പറയേണ്ട ഒരു കാര്യമല്ല. അവർ അത്ര നന്നായിട്ട് അത് വെയർ ചെയ്തിട്ട് ഓരോ ഫോട്ടോഷൂട്ടൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ തോന്നുന്നു ഇത് നമ്മളൊക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തത് ഇവർ ഇപ്പോൾ ഇട്ട് തുടങ്ങിയല്ലോ എന്ന്. ഈ ഇത്തരം മുണ്ടുകളൊക്കെ എനിക്ക് തോന്നുന്നു അന്വേഷിച്ച് വരുന്നത് ചിലപ്പോൾ കോളേജ് പഠിക്കുന്ന പിള്ളേരോ ഒക്കെ ആയിരിക്കും അല്ലേ? സെലിബ്രേഷൻ മൂഡോട് കൂടി വരുന്ന പിള്ളേരായിരിക്കും അല്ലേ? പിള്ളേർ ആ ഒരു സെലിബ്രേഷൻ്റെ ഡേ ഒരു പ്രാവശ്യം ഇടാനൊക്കെയാണ് അന്വേഷിച്ചിട്ട് വരും. പക്ഷേ അല്ലാതെ തന്നെ മെൻസ്
അവർ അമ്പലത്തിൽ പോകാനായിട്ട് അവർ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കളർ മുണ്ടുകൾ പ്രിൻറ്റഡ്, അതുപോലെ തന്നെ പ്രിൻറ്റഡ് ഷർട്ട്സ് ഒക്കെ ഞാൻ ഒത്തിരി പേരെ കാണാറുണ്ട്. എന്നുവെച്ചാൽ നോർമലി ഒരു ഓഫീസ് വെയർന്ന് മാറിയിട്ട് ജീൻസും പാൻറ്റിൽ നിന്ന് മാറിയിട്ട് ഒരു ഫാഷനായിട്ട് ട്രെൻഡി ആയിട്ട് ഇടാൻ ഇപ്പോൾ ആണുങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മെൻസൊക്കെ അങ്ങനെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഇപ്പോൾ പട്ട് സാരി അങ്ങനെയുള്ള കാര്യങ്ങൾ അപേക്ഷിച്ച് നമ്മുടെ സെറ്റ് മുണ്ട് ഒന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എങ്ങനെ എന്നൊന്ന് പറയാം. പട്ട് സാരി എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് കേരളത്തിലല്ലാതെ മറ്റുള്ള എല്ലാ നാട്ടിലും, അതായത് ഇപ്പോൾ തമിഴ്നാട് ആയാലും ആന്ധ്ര ആയാലും പിന്നെ കർണാടക ആയാലും പട്ട് സാരിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, എപ്പോഴും ഇമ്പോർട്ടൻസ് ആണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ അത്ര പട്ട് സാരിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഒരു കല്യാണം വരുമ്പോഴോ അങ്ങനെയൊക്കെ പട്ട് സാരി വേറെ ചെയ്യണേ. ഇവിടെ നമുക്കായിട്ടൊരു സംഭവമാണ് കേരള കോട്ടൺ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ്. അത് ഓണത്തിന് പിന്നെ വീട്ടിലുള്ള അമ്മമാരും എപ്പോഴും എല്ലാ ദിവസവും ഉടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഇത്. അതെ, മറ്റുള്ള എല്ലാവരും കോമണാണ്. എല്ലാവരും പട്ട് സാരി യൂസ് ചെയ്യണവരാണ്. കാഞ്ചൂരം തൊട്ട് എല്ലാ സിൽക്ക് സാരീസ് ഒക്കെ യൂസ് ചെയ്യണവരാണ് മറ്റുള്ള എല്ലാ നാട്ടിലുള്ളവരും. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിന് അതിനായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വിധത്തിലുള്ള ഒരു ഡ്രസ് കോഡാണ് കേരള കോട്ടൺ, കേരള സാരി സെറ്റ്, മുണ്ട് ഡബിള് ഒക്കെ. മുണ്ട കൊടുത്തിട്ട് വരുമ്പോൾ നല്ല രസമല്ലേ? പിന്നെ ലാലേട്ടനൊക്കെ കണ്ടിട്ടില്ലേ ആ മടക്കി കുത്തി വരുന്നത് കാണാനായിട്ട്? അത് കാണുമ്പോൾ തന്നെ ഒരു മുണ്ട് എടുത്ത് കൊടുക്കാന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ ട്രെൻഡൊക്കെ മാറി, നേരത്തെ പറഞ്ഞ പോലെ അല്ലേ? അതായത് പണ്ട് കാലത്ത് ഈ സെറ്റ് മുണ്ട് ഒക്കെ എന്ന് പറയുന്നത് അമ്മമാരും പ്രായമായവരൊക്കെയാണ് കൂടുതലും എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ് മുതൽ അങ്ങ് ഉള്ള എല്ലാ പെൺകുട്ടികൾക്കും ഉപയോഗിക്കുന്ന ഒരു വേറെ മാറി സെറ്റ്. അപ്പോൾ പണ്ട് ഒരൊറ്റ കസവിലൊക്കെ മാത്രം വന്നിരുന്ന സെറ്റ് മുണ്ടിൽ ഇപ്പോൾ ഒരുപാട് വ്യത്യസ്തങ്ങളായ പ്രിന്റഡ് ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് മാറ്റങ്ങളൊന്ന് പറയാം. പണ്ട് കസവ് മുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മീൻസ് കേരള ട്രഡീഷണൽ വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കസവിൻ്റെ ഒരു ഇത് മാത്രം അത് നെയ്താൽ മതിയായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കാലങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ജക്കാർഡ് വർക്കുകളൊക്കെ സാരിയിൽ കുറച്ച് നെയ്ത്തിൽ തന്നെ വന്നു തുടങ്ങി. പിന്നെ എന്താ പറയുക, ഓരോ വർഷം പോകുന്തോറും ഓരോ ട്രെൻഡാണ്. കസവിൽ കളർ മിക്സ് ചെയ്യണതും കളർ ത്രെഡ് മിക്സ് ചെയ്തിട്ട് കരകൾ ഉണ്ടാക്കുക, അത് ചെറുതും വലുതായിട്ടുള്ള കരകൾ, പിന്നെ അതിൽ പൂക്കൾ, പ്രിൻ്റ്, എംബ്രോയിഡറി, ഇപ്പോൾ ബ്ലോക്ക് പ്രിൻ്റ്, സ്റ്റിക്കർ പ്രിൻ്റ് അടക്കം വന്ന് നിൽക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വരുന്നത് സ്റ്റിക്കറാണ്. അത് നെയ്ത് സെറ്റ് മുണ്ടിൻ്റെ മേലെ പേസ്റ്റ് ചെയ്യുക. അതുവരെ എത്തി, ആ ഒരു ട്രെൻഡിലേക്ക് എത്തി ഇപ്പോൾ സെറ്റ് മുണ്ടൊക്കെ. എന്നാലും ഇപ്പം വീണ്ടും പഴയ രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം സിമ്പിളായിട്ട് ഉടുക്കാനായിട്ട് പുളിയിലക്കര പണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് സിംഗിൾ പുളിയിലക്കര സെറ്റ് മുണ്ട്, സെറ്റ് സാരി, അതൊക്കെ ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ വീണ്ടും അതൊക്കെ പഴയ പാറ്റേൺ ആണ്. അതെ, ഈ പഴയ ട്രെൻഡ് എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് മാറണത്. അതിൽ ഈ പ്രിന്റുകളൊക്കെ നമ്മളിപ്പം പുതിയതായിട്ട് വന്നത്. അത് പഴയ കാലത്തൊന്നും പ്രിന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം നെയ്ത്തിലുള്ള പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സാരിന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുത്ത ഒരു സംഭവമാണ് ഈ പ്രിന്റുകളൊക്കെ. പൂക്കളും ഇതൊക്കെ നോർമൽ മറ്റേ കളർഡ് സാരിയിൽ നിന്ന് സെറ്റ് മുണ്ടിലേക്ക് ഇങ്ങോട്ട് നമ്മൾ ചെയ്ത് അതൊരു ട്രെൻഡാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ കസവ് നിലയത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട, അല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ താമര പ്രിൻ്റ് ഇപ്പോൾ ചെയ്തത് ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സെറ്റിൻ്റെ തന്നെ, അല്ലെ കസവിൻ്റെ തന്നെ ഏത് കൂടുതൽ ഐറ്റം ചോദിക്കുന്നത്? നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻസാണ് എപ്പോഴും നന്നായിട്ട് പോവുക. ഏത് കാലത്തും അത് ഫാഷൻ ഔട്ടാവാത്ത ഒരു സാധനമാണ് ട്രഡീഷണൽ ആയിട്ടുള്ള നെയ്ത്തിൽ വരുന്ന ഡിസൈനുകൾ. ഇതിപ്പം എന്താ പറയുക, അതിൽ മയിൽ, ആന, താമര, ഇങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അത് പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അത് തന്നെ ഇപ്പോഴും വീണ്ടും ചോദിച്ചു വരണേ. അതിൽ ഓരോ വർഷം കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഇത് വരുന്നതാണ് ഈ താമര, പുളിയിലക്കര, ഇതൊക്കെ ഒന്ന് വന്ന് പോവും, അത്രേ ഉള്ളൂ. ഈ ഓരോ ദിവസവും എണ്ണം കൂടി ഓരോ ദിവസവും കൂടി വരുന്ന ഒരു ബിസിനസ്സാണ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പ്, ഹോട്ടൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും നാൾ ഇവിടെ നമുക്ക് എന്താ പറയുക, ഒരു നെടുന്തൂണ് പോലെ കസവ് നിലയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എത്രത്തോളം വെല്ലുവിളികൾ ഈ ഒരു ഫീൽഡിൽ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് മാമിന്? ഒരുപാട്. ബിസിനസ്സിൽ ഇറങ്ങി തിരിച്ച ഓരോ വ്യക്തി, ഞാൻ മാത്രമല്ല എല്ലാവരും ഫേസ് ചെയ്യണത് കോമ്പറ്റീഷൻസാണ്. എന്ന് വെച്ചാൽ
ദിവസം തോറും എന്താ കൂന്നുപോലെ അതെ. അങ്ങനെ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുക. വീട്ടിലുള്ളവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, കുറച്ചുകൂടി ഫിനാൻഷ്യൽ ഇതുണ്ടെങ്കിൽ അവർ ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇഷ്ടം പോലെ വെല്ലുവിളികളുണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച്, കസവ് നിലയത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച് നേരത്തെ പറഞ്ഞതുപോലെ പരമ്പരാഗതമായിട്ടുള്ള സാരികളാണ് കൂടുതലും അന്വേഷിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മറ്റ് എന്തൊക്കെയാണ്, പട്ടുസാരി പോലുള്ള സംഭവങ്ങൾ ഇവിടെ കൂടുതലും സെയിലായി പോവാറുണ്ടോ? ഞങ്ങൾ ബേസിക്കലി വീവേഴ്സാണ്. അപ്പം പട്ട് സാരികളൊക്കെ എൻ്റെ റിലേറ്റീവ്സ് തന്നെ ഒരുപാട് പേര് ചെയ്യുന്ന സാരികൾ തന്നെയായി റാക്കിൽ കിടക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ പുതിയ പുതിയ ഡിസൈൻ വരുമ്പോൾ ആദ്യം തന്നെ നമ്മളിലേക്ക് കിട്ടും. അതുപോലെ അത് നല്ല റേറ്റിന് എനിക്ക് കൊടുക്കാനും പറ്റും. എന്ന് വെച്ചാൽ റീസണബിൾ ആയിരിക്കും, മറ്റുള്ളിടത്തു നിന്ന് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ എനിക്ക് കൊടുക്കാൻ പറ്റും സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ. എടുക്കുമ്പോൾ പിന്നെ അതുപോലെ ഇപ്പോൾ റെഡിമെയ്ഡ് സാരി എന്ന് പറയുന്ന, സാരി ഉടുക്കാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ ഇവിടെ കൂടുതൽ സെയിലാവുന്നുണ്ടോ? അതോ അത്തരം ഉണ്ടോ, റെഡിമെയ്ഡ് സാരീസ് ഉണ്ടോ? ഉണ്ട്. ഞാൻ അതിൽ അത്രയും എന്താ പറയുക ഇൻട്രസ്റ്റഡ് അല്ല അത് ചെയ്യാനായിട്ട്. ഓരോ ബോഡി ടൈപ്പ് ഓരോ ഇതാണ്. നമ്മളൊരു റെഡിമെയ്ഡ് സാരിക്ക് എന്നൊക്കെ ഷർട്ട് അടിക്കണ പോലെയാണ്. ഒരു 42 സൈസിൽ ഒരു ഷർട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ 42 സൈസിൽ നിന്ന് അതൊന്നും മാറില്ല. എൻ്റെ ബോഡി എങ്ങനെ ആയാലും ആ ഷർട്ട് അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ സാരിയൊക്കെ വെയർ ചെയ്യണത് തനിയെ അല്ലാതെ വെയർ ചെയ്യണം. സാരിക്കൊരു അഴകുണ്ട്, അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കൊരു ഭംഗിയുണ്ട്. അത് റെഡിമെയ്ഡ് ആയിട്ട് സാരി വെക്കുന്നതിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അധികം സെയിൽ ചെയ്യാറില്ല. സാരി ഉടുക്കാനായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ. ഈ സാധാരണ രീതിയിലുണ്ടല്ലോ, നമ്മൾ ഈ പുറത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റുകളിലും ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ഏറ്റവും ഫ്രണ്ടിൽ ഇടം പിടിക്കുന്ന ഒരു ആൾക്കാരുണ്ട്. അതായത് കസവിൻ്റെ ചുരിദാർ സെറ്റ്, അതുപോലെ തന്നെ ടോപ്പൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല, നമ്മളങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എത്രത്തോളം സെയിൽ നമ്മുടെ കടയിൽ വരുന്നുണ്ട്? അതായത് കസവ് നിലയത്തിലുണ്ട്, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അങ്ങനെ അതൊക്കെ എന്തൊക്കെയാണ്? ഇപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ഇപ്പോൾ ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ സാരിയൊക്കെ നിങ്ങൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ലോങ് സ്കേർട്ട് ബ്ലൗസും ഈ പറയണ ചുരിദാർ ടോപ്സ് ഒക്കെ ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇവിടെ നന്നായിട്ട് സെയിൽ ചെയ്യാവുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് കൂടി ഉണ്ട്. അപ്പം ഇവിടെ നല്ലോണം സ്റ്റിച്ച് ചെയ്ത് സാധനങ്ങൾ കസ്റ്റമൈസ് ചെയ്തും കൊടുക്കാറുണ്ട്. ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഒരുപാട് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത്തരം മേഖലകളിൽ എത്രത്തോളം സ്ഥാനം ഉറപ്പിക്കാനായിട്ട് ഈ കസവ് നിലയത്തിന് സാധിച്ചിട്ടുണ്ട്? ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഞാനൊക്കെ ഓൺലൈനിന് കസവ് നിലയം ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഇത് തുടങ്ങിയത്. ഞാൻ തുടങ്ങിയിട്ട് ഒരു 2-2.5 വർഷം ആവണുള്ളൂ. പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓൺലൈൻ ഷോപ്പിംഗ് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളൊന്നുമല്ല. പക്ഷേ ഇപ്പം എല്ലാവരുടെ തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാതിരിക്കുമ്പോഴത്തേക്കും അവർ ചൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് അത് നമ്മൾ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്, നല്ല റീച്ചുണ്ട്. ഇപ്പം മാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുന്നതും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. പോയി കണ്ട് അതിൽ തൃപ്തിപ്പെട്ടെടുക്കുന്നതാണ് മിക്ക ആളുകളും ചെയ്യുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഉപഭോക്താക്കൾ പറയുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരെ തൃപ്തിപ്പെടുത്താനായിട്ട് എത്രത്തോളം സാധിക്കാറുണ്ട്? എപ്പോഴും ഇപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും അവർക്കുണ്ടാവുന്ന സംശയം, ഇത് കോട്ടൺ ആണോ, ഇല്ലെങ്കിൽ ഇതിന് ലെങ്ത് ഉണ്ടോ, ഇത് കളർ പോവോ, ഈ കാണുന്ന കളർ തന്നെയാണോ, ഈ എന്താ പറയുക ക്യാമറയിൽ കാണുന്ന കളർ തന്നെയാണോ റിയലായിട്ട് വരുമ്പോൾ, ഇതൊക്കെയാണ് അവരുടെ സംശയങ്ങൾ. അപ്പം അതെല്ലാം നമ്മൾ പറയുമ്പോൾ യെസ് യെസ് എന്ന് പറയുമ്പോഴത്തേക്കാണ് അവർക്കൊരു എന്താ പറയുക വാങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് വരുന്നത്. പിന്നെ വൺ ടൈം പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നതെന്നൊക്കെ. പിന്നെ ഇപ്പോഴത്തെ ക്യാമറ ട്രിക്കിൽ നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടല്ലോ. അതെ അതെ. കസവ് നിലയം തുടങ്ങിയിട്ട് ഇപ്പം എത്ര നാളായി? ഓൾമോസ്റ്റ് 25 years ആയിട്ട് കസവ് നിലയമുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഈ ഒരു കസവ് നിലയത്തിൻ്റെ എല്ലാമായിട്ട് നിൽക്കുമ്പോൾ എത്രത്തോളം ഒരു അച്ചീവ്മെൻറ്റ്സ് ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്? ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കലും എന്താ പറയുക, ഞാൻ ബിസിനസ് ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. 25 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഒരു 10 years ഒരു 15 years ആയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു, ബാക്കി ഉള്ളത് അവരൊക്കെ തന്നെയാണ് നോക്കിയിരുന്നത്. 15 years ആയിട്ട് ഞാൻ ഈ ബിസിനസ്സിലുണ്ട്. ഫുള്ളായിട്ട് ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ട് ഒരു 5 years ആവണുള്ളൂ, 5 വർഷം. അതെ.
ഞാൻ മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു മേൽനോട്ടം പർച്ചേസ് കാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്ന് വെച്ചാൽ പർച്ചേസിന് പോകുമ്പോഴത്തേക്കും ഇന്ന സാധനമായിരിക്കണം നമ്മൾ വിൽക്കേണ്ടത്, ഇന്നത് കൊടുക്കണം ആൾക്കാർക്ക് എന്നുള്ള ഒരു പർച്ചേസ് കാര്യങ്ങളിലൊക്കെ നേരത്തെ മുതലുണ്ട്. പക്ഷെ പക്ക ഒരു ബിസിനസ് ലേഡി ആയിട്ട് ഒരു 5 വർഷമാണ്. ആ 5 വർഷത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, അച്ചീവ് ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കട നമ്മുടെ ഈ കൊച്ചിയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ എത്ര ബ്രാഞ്ചസ് ഉണ്ട്? ഈ കസവ് നിലയത്തിന് ഇപ്പോൾ 4 ഷോപ്പുണ്ട്. ഒരെണ്ണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വൈക്കത്ത് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് തൊട്ട് കാസർഗോഡ് വരെ ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് വേണം എന്നാണ്. അതിലിപ്പം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രാഞ്ചൈസി എന്നുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇനി മുന്നോട്ടേക്കുള്ള പുതിയ ട്രെൻഡ് എന്തെങ്കിലും മനസ്സിലൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? സെറ്റില്, സാരിയില് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഇനിയിപ്പം വരണത് വിഷുവാണ്. അത് നമ്മൾ ഈ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് തുടങ്ങും നമ്മൾ വിഷുവിനുള്ള പ്ലാനിങ് കാര്യങ്ങളും. അങ്ങനെയാണ് നോർമലി എല്ലാ വർഷവും ചെയ്യുന്നത്. കൂടുതലും ഞാൻ എല്ലാം വരയ്ക്കുക ചെയ്യാം. ആദ്യം വരണ എന്തും ഡിസൈൻസും ഹാൻഡ് പെയിൻറ്റിങ് ആണ് ചെയ്യുക. അത് ചെയ്ത് വെച്ചിട്ട് ആണ് പിന്നെ അത് എന്താ മില്ല് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കണം. ആദ്യം എല്ലാം നമ്മളെ ഡിസൈൻസ് എല്ലാം ഹാൻഡ് പെയിൻറ്റിങ് ചെയ്തിട്ട് നമ്മൾ സൂക്ഷിക്കും. എന്നിട്ട് അത് സമയമാകുമ്പോഴത്തേക്ക് ഇറക്കും. ഈ ഓണം, വിഷു, നവരാത്രി ഈ സമയത്തൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും ഈ സെറ്റിനൊക്കെ ആൾക്കാർ വരിക. ഇത് കൂടാതെ ഏതൊക്കെ സമയത്ത് ഇവിടെ സെറ്റിന് നല്ല തിരക്ക് വരുന്ന ഒരു സമയം എപ്പോഴേക്കും? കല്യാണ സീസണിലും നന്നായിട്ട്, ചിങ്ങമാസമൊക്കെ എന്ന് വെച്ചാൽ കേരളത്തിലായതുകൊണ്ട് തന്നെ കല്യാണ വേഷം കൂടുതൽ കുട്ടികൾ ആഗ്രഹിക്കുന്നത് കേരള ട്രഡീഷണൽ വെയറിലാണ്. പിന്നെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വീട്ടുകാരൊക്കെ ചൂസ് ചെയ്യണത് കേരള ട്രഡീഷണലാണ്. ഇപ്പം മുണ്ടായാലും സാരി സെറ്റ് മുണ്ടായാലും ഒക്കെ ചൂസ് ചെയ്യാറുണ്ട്. പിന്നെ തൃപ്പൂണിത്തുറ എന്ന് വെച്ചാൽ ഇതൊരു ലാൻഡ് ഓഫ് ടെമ്പിളാണ്. ഇവിടെ ഉത്സവങ്ങൾ ഉള്ളിടത്തോളം കാലം കസവുണ്ടിന് നല്ല ഡിമാൻഡാണ്. തീർച്ചയായിട്ടും. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് അമ്പലമുണ്ട്. എനിക്ക് തോന്നുന്നു ഡിസംബറിൽ ഉത്സവം വരുമ്പോൾ ഒന്നുകൂടി തിരക്കാവും അല്ലേ? അത്തച്ചമയം കുറച്ച് ദിവസമായിട്ടുള്ളൂ, 2 ദിവസമായിട്ടുള്ളൂ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു നമ്മുടെ കസവ് നിലയത്തിൽ? അത്തച്ചമയത്തിന് തൃപ്പൂണിത്തുറ വേറെ എവിടെയും അത്തച്ചമയം എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഇല്ല. ഓണം അത്തം എന്ന് വരും, അത്തം തൊട്ട് 10 ദിവസം ഓണം എന്നുള്ള രീതി മാത്രം. പക്ഷേ തൃപ്പൂണിത്തുറയിൽ അത്തം ആഘോഷിക്കും. പണ്ടത്തെ അത്ര ഇല്ലെങ്കിലും ഇപ്പോഴും നന്നായിട്ട് ആഘോഷിക്കും. അത്തത്തിന് ഓഫീസിൽ ലീവ് എടുത്തിട്ടും സ്കൂളിൽ മുടക്ക് എല്ലാം ഇതായിട്ട് അത്തം കാണാൻ വരാറുണ്ട്. അത്തം കണ്ടു പോകുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സന്ധ്യ സമയത്താകുമ്പോഴത്തേക്കാണ് പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അത് നന്നായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം തന്നെയാണ് അത്തച്ചമയത്തിൻ്റെ ആ ദിവസം. എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും തിരക്കുണ്ടാവില്ല. ആ ഈവനിങ് ഒരു 5 o'clock കഴിഞ്ഞിട്ടാണ് പിന്നെ തിരക്കുണ്ടാവുക. അത് 11 മണി വരെ, രാത്രി വരെ തിരക്കുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ കടയിലും നല്ല തിരക്ക് വരുന്നൊരു സമയമാണ്, നോക്കിയാൽ കാണാം. അപ്പോൾ ഇനി ഉത്രാടവും കൂടി ആവുമ്പോൾ എത്രത്തോളം ആൾക്കാർ കൂടും ഇനി? നല്ല തിരക്കാണ്. എന്താ പറയുക, ഇപ്പം മഴയൊക്കെ ഉള്ളത് കൊണ്ടാണ് തിരക്ക് കുറവ്. അല്ലാതെ നമുക്കിങ്ങനെ ഇരുന്നൊന്നും സംസാരിക്കാനുള്ള ടൈമൊന്നും കിട്ടൂല. ഉത്രാടത്തിന് രാവിലെ 9 മണി തൊട്ട് രാത്രി 11 മണി വരെ നല്ല തിരക്കാണ്. ഒരേ ഇങ്ങനെ നിൽക്കും. ഇവിടുത്തെ സ്റ്റാഫിനൊന്നും ഫുഡ് പോലും കഴിക്കാനുള്ള ഒരു ഇത് കിട്ടില്ല. എന്ന് വെച്ചാൽ ഒരാൾ മാറിയാൽ തന്നെ അത്രയും കസ്റ്റമർ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല, അവർക്ക് വിഷമാവും. അപ്പം നല്ല രീതിക്ക് ഉത്രാടം നമ്മൾ കച്ചവടം ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഓണമൊക്കെ എങ്ങനെയാണ് ഇത്തവണ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? കസവ് നിലയത്തിൻ്റെ ഒപ്പം ഇവിടെ തന്നെയാണോ അതോ വീട്ടിലായിരിക്കുമോ? വീട്ടിലല്ല, എൻ്റെ നാട് കാസർഗോഡാണ്. അപ്പം എനിക്ക് നാട്ടിലേക്ക് പോയിട്ട് ഓണം ആഘോഷിക്കാനുള്ളതൊന്നും കിട്ടില്ല. എന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കിനെ രാത്രി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പോകുമ്പോഴത്തേക്ക് 1 മണിയൊക്കെ ആവും നൈറ്റ്. പിന്നെ രാവിലെ എണീറ്റിട്ട് അമ്പലത്തിൽ പോവുക, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓണം എപ്പോഴും ആഘോഷിക്കണത് ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ കൂടെയാണ്. ഓണത്തിൻ്റെ അന്ന് എനിക്ക് പുറത്തുനിന്ന് കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അപ്പം അവരെല്ലാവരും ഓണം ഇവിടെ ഷോപ്പിൽ തന്നെ വെച്ച് ഞങ്ങൾ സദ്യ ഉണ്ണും. ഇത്തവണത്തെ ഓണം കുറച്ചുകൂടി സ്പെഷ്യലാക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് അനാഥ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് അവരുടെ കൂടെ അവർക്ക് ഓണക്കൊടിയൊക്കെ കൊടുത്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെ പൊതുവേ അങ്ങനെയാണ്. അല്ലാതെ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്. അപ്പം അവർക്ക് വേണ്ടി വീട്ടിലിപ്പോൾ ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കി സദ്യയൊക്കെ ഉണ്ടാക്കി അതൊക്കെ വേസ്റ്റാണ്. സ്റ്റാഫിൻ്റെ കൂടെ ആഘോഷം. അപ്പോൾ സ്റ്റാഫിൻ്റെ കൂടെ നല്ല രസമാണ്. അത് കുറേ പേരുണ്ടാവും, ഒരുമിച്ച് എല്ലാവരും ഇരുന്നിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു ഉത്സവം പോലെയാണ്. എല്ലാവരും നല്ല രസമായിട്ട് ആഘോഷിക്കും.
ഈ കസവുകൾക്കിടയിലെ ഒരു ജീവിതമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഹോബീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? എനിക്ക് എന്താ പറയുക, കലാപരമായിട്ട് ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്, ഭരതനാട്യമാണ്. അത് പിന്നെ ചെറുതായിട്ട് വരയ്ക്കും, വായിക്കും, ചെറുതായിട്ട് എഴുതും, അങ്ങനെയുള്ള എല്ലാം കുറച്ച് കുറച്ച് വട്ടുകളെല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആഘോഷങ്ങളെല്ലാം സ്റ്റാഫിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ 4 ഔട്ട്ലെറ്റ്സും നമുക്കുണ്ട് കസവ് നിലയത്തിന്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകൾ തുടക്കം ഉണ്ടായിരുന്നതും ഇപ്പോഴത്തെ ഒരു സ്റ്റാഫിൻ്റെ എണ്ണമൊക്കെ കണക്കാക്കിയാൽ എങ്ങനെയായിരിക്കും? സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാഫായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് 1-2 പേര്, 2 പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10-52 മേളിൽ സ്റ്റാഫുണ്ട്. അപ്പം അതൊരു വലിയൊരു ജേർണി തന്നെയാണ്. ഇവരുടെ എല്ലാവരുടെയും കാര്യങ്ങളും അല്ലേ അറിഞ്ഞിരിക്കണം. അവരുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ വരണ എല്ലാവർക്കും എന്താ പറയുക, ഹാപ്പിയാണ്. ഇവിടെ എല്ലാ സ്റ്റാഫും നല്ല ഹാപ്പി ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരുടെ ഹാപ്പിയാണ് എൻ്റെ എന്താ പറയുക ബിസിനസ്സിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഒരു ഭാഗം അവരും കൂടിയാണ്. പിന്നെ ഒരു ഭാഗം എന്നല്ല, മോസ്റ്റ്ലി അവരാണ്. അവർ ആക്റ്റീവായിട്ട് ഹാപ്പി ആയിട്ട് നിന്നാലേ ഫ്ലോറിൽ ബിസിനസ് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, മാമിൻ്റെ സാരിയും സാരിയുടെ കളറും. ഇത് ഏത് മോഡലാണ്? ഇത് നാരായണപ്പേട്ട് എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇത് ഭയങ്കര ബോഡി ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, കോട്ടൺ ആണ്. ഇത് നല്ല സുഖമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി ആട്ടോ. ടീനേജേഴ്സ് ആയാലും ഭയങ്കര സിമ്പിളായിട്ട് ഒരു ട്രെൻഡി ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ഫ്ലീറ്റ്സൊക്കെ ഇങ്ങനെ ഒലഞ്ഞ് അങ്ങനെ കൊടുക്കും. അമ്മമാർ കുറച്ച് ഒതുക്കി, ഇപ്പം ഞാനൊക്കെ കുറച്ചൊക്കെ പോലെ കൊടുക്കും, അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ്. ഇവിടെ ഏതൊക്കെ മോഡലുകൾ കൂടുതലും പോകുന്നുണ്ട്? ആൾക്കാർ ചോദിച്ചു വരുന്ന സാരിയിൽ ഏതൊക്കെയായിരിക്കും കൂടുതൽ പോകുന്നത്? ലിനൻ, ഇത് മഹേശ്വരി കോട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതൊക്കെ ഇപ്പോൾ ചോയ്സ് കൂടുതൽ വരുന്ന സാരികളാണ്. നാരായണപ്പേട്ട്, ലിനൻ, മൽ കോട്ടൺ, പിന്നെ ഈ മഹേശ്വരി, അതൊക്കെ നന്നായിട്ട് പോകുന്നത്. എല്ലാ പ്രായക്കാർക്കും ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ സോഫ്റ്റ് സിൽക്ക്. ഇപ്പോൾ ഈ സാരി ഉടുക്കുക ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ചിലർക്കൊന്നും അതിൽ അത്ര എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരും ഇല്ല സാരി ഉടുക്കാനായിട്ട്. അപ്പോൾ അവരോടൊക്കെ ഒന്ന് പറയാനുള്ള ഒരു കാര്യം എന്താണ്, ഒരു ടിപ്പ് പോലെ എന്ത് തരാൻ പറ്റും മാമിന്? ഫസ്റ്റ് സാരി എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഒരു ഇല്ലേ, അത് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. നന്നായിട്ട് സാരി ഉടുക്കുക, നന്നായിട്ട് ഞാൻ നന്നായിട്ട് വായി നോക്കും. നന്നായിട്ട് സാരി എടുത്തവർ നന്നായിട്ട് ഞാൻ വായി നോക്കുന്ന ആളാണ്. പിന്നെ ഉടുക്കുക ഏത് ടൈപ്പ് ബോഡിക്ക് ഏത് ടൈപ്പ് വേണമെന്ന് വെച്ചാൽ, നല്ല ഒരുവിധം അത്യാവശ്യം നല്ല ബബ്ലി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ബോഡി ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരികൾ ഉടുക്കണമായിരിക്കും നല്ലത്. അപ്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സാരിനേക്കാളും ബ്ലൗസിലാണ്. അവർ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഇത് ഇടാതെ, ബ്ലൗസ് ഇടാതെ, ഇപ്പോൾ ഹൈ നെക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടാതെ കുറച്ച് ഭയങ്കര ഡീപ്പായിട്ടുള്ളതൊക്കെ എടുത്തിട്ട് ഇച്ചിരി ബബ്ലി ആയിട്ടുള്ള ഒരു എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം മെലിഞ്ഞ ആൾക്കാർ ഫുൾ ബോട്ട് നെക്ക് ഇല്ലെങ്കിൽ എന്താ പറയുക ഹോൾട്ടർ നെക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുത്തിട്ട് ഇങ്ങനെ വെറുതെ അലസമായിട്ട് സാരി ഉടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. മണ്ണുള്ളവരാകുമ്പോഴത്തേക്ക് അതൊക്കെ ഇച്ചിരി വലിയ വൈഡ് നെക്കൊക്കെ ഇട്ടിട്ട് സാരി എടുക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ഓരോ ദിവസവും ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ ഹോട്ടലായിക്കോട്ടെ ദിനം പ്രതി ഇങ്ങനെ ആൾക്കാർ തുടങ്ങുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇവരോടൊക്കെ പറയാൻ മാമിന് എന്താണ് ഒരു മെസ്സേജ്? പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ ഷോറൂമൊക്കെ തുടങ്ങുന്ന ആളുകളോട് മാമിന് എന്താണ് പറയാനുള്ളത് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച്? നമ്മൾ ഏത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ഒപ്പീനിയനൊക്കെ ചോദിക്കും. എങ്ങനെയാണ് ഞാൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നമുക്ക് അവരുടെ അടുത്തുനിന്ന് ഒരുപാട് ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടും. പക്ഷേ തീരുമാനം നമ്മുടെ ആയിരിക്കണം. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ മനസ്സിലങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും ഇനി നാളെ ചിലപ്പോൾ അതിൽ നമ്മൾ ഫെയിലിയർ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ സക്സസ് ആയിരിക്കാം. അതെന്തായാലും നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിലേ ബിസിനസ്സിലോട്ട് ഇറങ്ങാവൂ. അത് മാത്രമേ എനിക്ക് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ഇല്ലാത്ത കാശ് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങുക. നാളെ അത് സക്സസ് ആയില്ലെങ്കിൽ അയ്യോ എൻ്റെ എല്ലാം പോയി എന്നുള്ളൊരു എന്താ പറയുക ഫിനാൻഷ്യൽ ഇത് വരുമ്പോഴത്തേക്കും ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടാവും. പക്ഷേ നമ്മൾ അതിൽ നിന്നും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്താ പറയുക ലൈഫിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ബിസിനസ് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവർ ഒരു ബിസിനസ്സിൽ നിൽക്കില്ല.
അവർ അടുത്തത് എന്താണ് ചെയ്യണത്, ഇനി എന്ത് എനിക്ക് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ ഒരു ഫെയിലിയർ അത് യൂസ് ചെയ്യാൻ പറ്റും. മറ്റതിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂ എന്താണ് ഞാനിവിടെ ചെയ്ത തെറ്റ്, ആ തെറ്റ് തിരുത്തിയായിരിക്കും നെക്സ്റ്റ് നമ്മളത് പ്ലാൻ ചെയ്യുക. അപ്പം എനിക്ക് എപ്പോഴും അവരോട് പോസിറ്റീവായിട്ട് ഇരിക്കാനാ, വിഷമിക്കല്ലേ എന്ന് പറയാനൊക്കെ, ഇതൊക്കെയാണ് എനിക്ക് പറയാനിഷ്ടം. ഇപ്പോൾ ഇവിടുത്തെ സാരി കളക്ഷനൊക്കെ നമ്മൾ ഒരുവിധം കണ്ടു, പുതിയ ട്രെൻഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ഈ താമര ട്രെൻഡുണ്ട്, പിന്നെ പ്രിൻറ്റഡ് സാരീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ കടയ്ക്ക് വേണ്ടിയിട്ട്? ഞാൻ പർച്ചേസിൽ പോകുന്നത് ഞാനും എൻ്റെ മോനുമാണ് പോകുന്നത്. ഇപ്പം ഞങ്ങൾ അല്ലാതെ ഞാൻ തനിച്ചും പോകാറുണ്ട്. ഞാനെല്ലാം അത് ഫീൽ ചെയ്തിട്ട് തന്നെയാണ് ഓരോ പ്രോഡക്റ്റ് വാങ്ങുന്നത്. സമയം എടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഒരുപാട് ദിവസങ്ങൾ എടുത്തിട്ടാണ് ഓരോ സ്ഥലത്തേക്കും പോയിട്ട് നോക്കി നോക്കി എടുത്തിട്ട് പർച്ചേസ് ചെയ്തിട്ട് വരികയാണ് ചെയ്യുക. ഇപ്പോൾ ഈ കസവ് നിലയത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മാം തന്നെയാണ് ഇവിടുത്തെ സാരികളൊക്കെ പരിചയപ്പെടുത്തുന്നത്, എല്ലാ മെറ്റീരിയൽസും. അപ്പോൾ എന്തുകൊണ്ടാണ് മാം തന്നെ അതിലൊരു മോഡലായി നിൽക്കുന്നത്? എനിക്ക് മോഡലിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. പിന്നെ സാരിയൊക്കെ വെയർ ചെയ്യണ, സാരിക്ക് ഉടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ എന്ത് വന്നാലും ആദ്യം ഞാനൊന്ന് ഉടുത്ത് നോക്കുക എന്നുള്ള ഇത് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിന് ഒരു മോഡൽ തപ്പി നടക്കേണ്ട ഒരു ആവശ്യമുണ്ടോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് തോന്നി അങ്ങനെ ഉടുത്ത് തുടങ്ങി. അപ്പം വീട്ടുകാർ ആദ്യം അത് കണ്ടു. അപ്പോൾ അവരും അത് പറഞ്ഞു ഓക്കെയാണ്, നല്ലതാണ്, സംസാരിക്കണതും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, ഒരു എന്താ പറയുക മലയാളി സംസാരിക്കണ പോലെ തന്നെ ഉണ്ട്, ഒരു കർണാടകക്കാരിയാന്നൊന്നും പറയില്ല, ശരി അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ഇവിടെ വരുന്ന എല്ലാ സാരികളും ആദ്യം മാം ഉടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു, അതാണോ അൾട്ടിമേറ്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാം? അതെ, അത് ഒരു പ്രോഡക്റ്റ്, ഒരു സാരി നമ്മൾ ചുമ്മാ ഹാങ് ചെയ്തിട്ടിട്ട് കണ്ടാലൊന്നും അതിൻ്റെ ഭംഗി മനസ്സിലാവില്ല. അപ്പോൾ അതൊരു ഒന്നില്ലെങ്കിൽ ഒരു മോഡലിനെ വെച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഉടുത്ത് കാണിക്കണം. അപ്പോൾ അത് ഉടുത്ത് കാണിക്കുന്ന പ്രോഡക്റ്റാണ് എനിക്ക് കൂടുതൽ സെയിലാവുന്നത്. മീൻസ് നമ്മൾ ആ കളറും എല്ലാം അത് കാണുമ്പോഴത്തേക്ക് ലേഡീസിന് എപ്പോഴും എല്ലാം നല്ല ഇങ്ങനെ കണ്ട് വാങ്ങിക്കുന്നതാണ് ഇഷ്ടം പൊതുവെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അത് ഉടുത്തിട്ട് മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓണനാളുകളിൽ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടിയിട്ട് സമയം തന്നിരിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ പ്രമീള മാമാണ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ ഒരിക്കൽ കൂടി ഒരു ഓണാശംസകൾ. ഞാനും എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഷീറോസിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നമസ്കാരം. In association with Shallow Mattress, everlasting comfort and durability.